നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. തട്ടകങ്ങൾ പൂരാവേശത്തിലേക്ക്. 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സിഒഎ നടത്തിയ അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. സിഒഎയുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകി. വൈദ്യുതി പോസ്റ്റ് വാടക വൻതോതിൽ വർദ്ധിപ്പിച്ച സർക്കാർ നടപടി തിരുത്തണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ടെന്ന സർക്കാർ നിലപാട് പഠന നിലവാരത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. കലാലയങ്ങളിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ലഹരിമരുന്ന് ലോബികൾക്കും ഇടം നൽകാൻ സർക്കാർ നിലപാട് കാരണമാകുമെന്നും പന്ന്യൻ. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച മുതൽ സർവീസ് നിർത്തിവെക്കും. മിനിമം ചാർജ് 10 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് ബസ് ഉടമകൾ. സമരത്തിൽ നിന്ന് പിന്മാറിയതായി ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റ ചടങ്ങിൽ ആയിരങ്ങൾ പങ്കാളികളായി. തിരുവമ്പാടി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറിയത്. പാരമ്പര്യാവകാശികളായ താഴത്തുപുരയ്ക്കൽ സുന്ദരൻ, മകൻ സുഷിത് എന്നിവർ ഭൂമിപൂജ നടത്തി. തുടർന്ന് ക്ഷേത്രം തന്ത്രിമാരായ പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെയും കുട്ടൻ നമ്പൂതിരിയുടെയും മേൽശാന്തി മൂത്തേടത്ത് സുകുമാരൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ പൂജിച്ച കൊടിക്കൂറ തട്ടുകക്കാർ കൊടിമരത്തിലുയർത്തി. ആലിലയും മാവിലയും ദർഭപ്പുല്ലും ചേർത്ത് കെട്ടിയ കൊടിമരം ആർപ്പുവിളികളോടെയും ആരവങ്ങളോടെയുമാണ് തട്ടകക്കാർ ഉയർത്തിയത്. തുടർന്ന് നടന്ന പൂരം പുറപ്പാടിൽ തിരുവമ്പാടി ശിവസുന്ദർ തിടമ്പേറ്റി. പൂരം പുറപ്പാട് നായ്ക്കനാലിലെത്തിയപ്പോൾ നായ്ക്കനാലിലും നടുവിലാലിലും പൂരക്കൊടികൾ ഉയർത്തി. ആചാര വെടിക്കെട്ടും നടന്നു. ശ്രീമൂലസ്ഥാനത്ത് മേളം കൊട്ടിക്കലാശിച്ച് നടുവിൽ മഠത്തിലെത്തി ആറാട്ട് കഴിഞ്ഞ് ഭഗവതി തിരിച്ചെഴുന്നള്ളി. തൃശൂർ പൂരത്തിനുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ M. മാധവൻകുട്ടിയും സെക്രട്ടറി C. വിജയനും പറഞ്ഞു. ഇനിയുള്ള ദിവസങ്ങള് ഒരു വിഭാഗം ആളുകൾ ആഹ്ലാദത്തിന്റെ തിമർപ്പിൽ ഉല്ലസിക്കുന്ന സമയത്ത് ഇത് നടത്തിപ്പുകാർക്ക് പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. കാരണം ആനകളും തീയും കൊണ്ടുള്ള കളിയാണ്. വളരെയധികം ജനങ്ങൾ വരുന്നതാണ്. ഒരപകടവും കൂടാതെ എല്ലാം ഭംഗിയാവണം. അതുകൊണ്ട് തന്നെ അവർ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസങ്ങൾ കഴിക്കുകയാണ്. ഇത്തവണ കൊടകളുടെ ഇനത്തിലാണ് പുതുമകൾ. മുൻ വർഷങ്ങളേക്കാൾ വളരെ കൂടുതലാണ് ഇത്തവണ തിരുവമ്പാടി വിഭാഗത്തിലുള്ള കുടകളും സ്പെഷ്യൽ കുടകളും. പാറമേക്കാവ് ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രിമാരായ പുലിയന്നൂർ അനുജൻ നമ്പൂതിരിപ്പാട്, പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തിൽ താന്ത്രിക ചടങ്ങുകൾ നടന്നു. വലിയ പാണിക്കൊട്ടി പുറത്തേക്കെഴുന്നള്ളിയ ഭഗവതിയെ സാക്ഷി നിർത്തി ദേശക്കാർ കൊടിയുയർത്തി. ദേശത്താശാൻ AS കുറുപ്പിന്റെ അനുവാദം വാങ്ങിയ ശേഷമാണ് കൊടിയേറ്റ് നടന്നത്. ചെമ്പിൽ നീലകണ്ഠൻ ആശാരി നിർമ്മിച്ച കൊടിമരത്തിൽ ആലിലയും മാവിലയും ദർഭപ്പുല്ലും ചേർത്തുകെട്ടി സിംഹമുദ്രയുള്ള കൊടിക്കൂറ കെട്ടിയാണ് കൊടിയുയർത്തിയത്. ക്ഷേത്രത്തിനകത്തുള്ള പാലമരത്തിലും മണികണ്ഠനാലിലും പൂരക്കൊടിയേറ്റി. തുടർന്ന് 5 ആനകളുമായി മേളത്തിന്റെ അകമ്പടിയോടെ ആറാട്ടിനായി പാറമേക്കാവ് ദേവീദാസന്റെ പുറത്ത് ദേവി എഴുന്നള്ളി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ മേളത്തിന് നേതൃത്വം നൽകി. വടക്കുന്നാഥൻ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് കൊക്കർണി പറമ്പിലെ തീർത്ഥകുളത്തിൽ ആറാടി ഭഗവതി തിരിച്ചെത്തി. തൃശൂർ പൂരത്തിനുള്ള പാറമേക്കാവ് വിഭാഗത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് ദേവസ്വം പ്രസിഡന്റ് K. മനോഹരനും സെക്രട്ടറി രാമചന്ദ്ര പിഷാരോടിയും പറഞ്ഞു. ശക്തൻ തമ്പുരാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തൃശൂർ പൂരം 216ാമത്തെ വർഷമാണ്. ഭംഗിയായി പൂരം നടക്കണമെന്ന പ്രാർത്ഥനയോടെ ഞങ്ങളിരിക്കുകയാണ്. 9, 10 തീയതികളിലേക്കുള്ള പൂരത്തിൻ്റേതായിട്ടുള്ള ആനകൾ, ചമയങ്ങൾ, വെടിക്കെട്ട്, മറ്റു എല്ലാ കാര്യങ്ങൾക്കുമായിട്ടുള്ള ഒരുക്കങ്ങളും അതിൻ്റെ കമ്മിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം സഹായകരമായിട്ട് നമ്മൾക്ക് ഭക്തജനങ്ങളുടെ എല്ലാ പിന്തുണയും ലഭിക്കുന്നുണ്ട്. പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം TCV തത്സമയം സംപ്രേഷണം ചെയ്തു. മെയ് 9-നാണ് തൃശൂർ പൂരം. സാമ്പിൾ വെടിക്കെട്ട് 7-ന് നടക്കും. പാറമേക്കാവ് വിഭാഗമാണ് സാമ്പിളിന് ആദ്യം തിരികൊളുത്തുക. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന 8 ഘടകക്ഷേത്രങ്ങളിലും ആർപ്പും ആരവങ്ങളുമായി തട്ടകക്കാർ കൊടിയേറ്റി.
ഘടകപൂരങ്ങളിൽ ലാലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറിയത്. ശനിയാഴ്ച രാവിലെ 8:05 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ അനിയൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ തട്ടക നിവാസികളാണ് കൊടിയേറ്റിയത്. വർഷങ്ങളായി കൊടിമരം തയ്യാറാക്കുന്ന ബാലകൃഷ്ണൻ ആശാരിയെയും പൂരത്തിന് മേള പ്രാമാണികത്വം വഹിക്കുന്ന കലാമണ്ഡലം സോമനെയും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ ചടങ്ങിൽ ആദരിച്ചു. കൊടിയേറ്റത്തിന് ശേഷം കരിമരുന്ന് പ്രയോഗവും എഴുന്നള്ളിപ്പും നടന്നു. അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിൽ രാവിലെ 11:30 പൂരത്തിന് കൊടിയേറി. 3 ആനപ്പുറത്ത് നടന്ന എഴുന്നള്ളിപ്പിനും ക്ഷേത്രക്കുളത്തിൽ നടന്ന ആറാട്ടിനും ശേഷം തന്ത്രി പഴങ്ങാംപറമ്പ് നാരായണൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. മറ്റ് ഘടകക്ഷേത്രങ്ങളിൽ വൈകിട്ടായിരുന്നു കൊടിയേറ്റം. ചെമ്പൂക്കാവ് കാർത്യായനി ക്ഷേത്രത്തിലെ കൊടിയേറ്റ ചടങ്ങിന് പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ക്ഷേത്രം പ്രസിഡന്റ് PK സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ദേശക്കാർ കൊടിയേറ്റി. പനമുക്കുംപിള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കൊടിയേറ്റ ചടങ്ങിന് തന്ത്രി പുലിയന്നൂർ അനിയൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ദേശക്കാർ ചേർന്ന് ആർപ്പുവിളികളോടെയാണ് കൊടിയേറ്റം നിർവഹിച്ചത്. കണിമംഗലം ശാസ്താ ക്ഷേത്രത്തിൽ നടന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ അനുജൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പൂരപ്പുറപ്പാടറിയിച്ച് മേളം അരങ്ങേറി. പൂക്കാട്ടിക്കര കാരമുക്ക് ക്ഷേത്രത്തിൽ തട്ടക്കക്കാർ ചേർന്ന് കൊടിയേറ്റി. കൊടിയേറ്റ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാംപറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. കുറ്റൂർ നൈതലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കൊടിയേറ്റ ചടങ്ങുകൾക്ക് തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാരമ്പര്യ അവകാശിയായ സുഭാഷ് ആശാരി നടത്തിയ ഭൂമി പൂജയ്ക്ക് ശേഷം ദേശക്കാർ കൊടിയേറ്റി. തുടർന്ന് എഴുന്നള്ളിപ്പും ആറാട്ടും നടന്നു. ഘടകക്ഷേത്രങ്ങളിൽ ഏറ്റവും അവസാനം കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. രാത്രി 8-ന് ഭഗവതി ആറാട്ടിനായി പുറപ്പെട്ട് കഴിഞ്ഞ ശേഷം തട്ടകക്കാരും ക്ഷേത്ര ക്ഷേമസമിതി ഭാരവാഹികളും ചേർന്ന് കൊടിയേറ്റി. കൊടിയേറ്റ ചടങ്ങിന് പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് KSRTC കൂടുതൽ ബസ് സർവീസുകൾ ഏർപ്പെടുത്തി. പൂരം ദിവസങ്ങളായ 9, 10 ദിവസങ്ങളിൽ തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, എറണാകുളം, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ നിന്നാണ് തൃശൂരിലേക്ക് കൂടുതൽ ബസ് സർവീസുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് മേഖലാ ഓഫീസർ അറിയിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. COAയുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് 5 ദിവസമായി നടത്തിയിരുന്ന സമരം അവസാനിപ്പിച്ചത്. നിരാഹാരമനുഷ്ഠിച്ചവർക്ക് പീതാംബരക്കുറുപ്പ് MP നാരങ്ങാനീര് നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ വിളിക്കാത്തതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം വിഷയത്തിൽ ചർച്ച നടത്തി അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതായി നേതാക്കൾ അറിയിച്ചു. വൈദ്യുതി പോസ്റ്റ് വാടക വർധനവിൽ പ്രതിഷേധിച്ച് ഏപ്രിൽ 29 മുതലാണ് COAയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം ആരംഭിച്ചത്. വൈദ്യുതി പോസ്റ്റ് വാടക വൻതോതിൽ വർദ്ധിപ്പിച്ച സർക്കാർ നടപടി തിരുത്തണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. COA നടത്തിയ അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിൽ എത്തിയതായിരുന്നു കോടിയേരി. 17 രൂപയിൽ നിന്ന് 311 എന്ന വർധനവ് ഒരിക്കലും നീതീകരിക്കാൻ സാധിക്കുന്നതല്ല. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ ഈ രംഗത്ത് നിന്നും തുടച്ചു നീക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്നും കോടിയേരി പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റർമാർ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളുടെ വാടക വൻതോതിൽ വർദ്ധിപ്പിച്ച ഗവൺമെന്റ് നിലപാട് തിരുത്തുകളെന്നത് 17 രൂപയിൽ നിന്ന് 311 രൂപ എന്ന വർധനവ് ഒരിക്കലും നീതീകരിക്കാൻ സാധിക്കുന്ന ഒരു വർധനവല്ല. ഇത് കേബിൾ TV ചെറുകിട ഓപ്പറേറ്റർമാരെ ഈ രംഗത്ത് നിന്നും തുടച്ചു നീക്കുന്ന ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമാണ്. എല്ലാ രംഗവും വൻകിട കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാനുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിദേശ കുത്തകകൾക്ക് മാധ്യമരംഗത്തേക്ക് വൻതോതിൽ കടന്നുവരുന്നതിന് സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിനൊരു ബദലാണ് COA നടത്തുന്ന സമരം. മാധ്യമരംഗത്ത് COA വഹിക്കുന്ന പങ്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും കോടിയേരി പറഞ്ഞു. അടിയന്തരമായി മുഖ്യമന്ത്രി പ്രശ്നത്തിൽ ഇടപെടണം. വിഷയം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ താനും ശ്രമിക്കുന്നതാണെന്ന് കോടിയേരി കൂട്ടിച്ചേർത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ടെന്ന സർക്കാർ നിലപാട് പഠനാന്തരീക്ഷത്തെയും പഠന നിലവാരത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. മുൻ പാർലമെന്റേറിയനും CPI സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന CK ചന്ദ്രപ്പൻ റിലീഫ് ഫോറം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ടെന്ന നിലപാട് കലാലയങ്ങളിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ലഹരിമരുന്ന് ലോബികൾക്കും ഇടം നൽകാൻ കാരണമാകും. സിസി ക്യാമറയുടെ ചാരക്കണ്ണിലൂടെ വിദ്യാർത്ഥി സമൂഹത്തെ നോക്കിക്കാണുവാനുള്ള സർക്കാരിന്റെയും സർവകലാശാലയുടെയും നീക്കം അരാഷ്ട്രീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. തൃശൂർ മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. PRRS അയ്യർ, പി ബാലചന്ദ്രൻ, ടി പ്രദീപ് കുമാർ, ജയരാജ് വാര്യർ, സാറാമ റോബ്സൺ, കെ പി സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച മുതൽ സർവീസ് നിർത്തിവെക്കുമെന്ന് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ഡിസംബർ 14-ന് നടത്തിയ സൂചനാ സമരത്തെ തുടർന്ന് ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കാമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പ് പാലിച്ചിട്ടില്ല. മിനിമം ചാർജ് 10 രൂപയായും കിലോമീറ്റർ ചാർജ് 68 പൈസയായും വർദ്ധിപ്പിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ 50% വർദ്ധിപ്പിക്കുക, സ്പീഡ് ഗവേണർ സംബന്ധിച്ച് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വരുത്തിയ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം തിങ്കളാഴ്ച തുടങ്ങാനിരുന്ന സ്വകാര്യ ബസ് സമരത്തിൽ നിന്ന് ഒരു വിഭാഗം പിന്മാറി. മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയുമായി ഞായറാഴ്ച കോട്ടയത്ത് ചർച്ച നടക്കും. ഈ സാഹചര്യത്തിലാണ് ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ സമരത്തിൽ നിന്ന് പിന്മാറിയതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനിടെ ദേവസ്വം ജീവനക്കാർ ഭക്തരെ മർദ്ദിച്ച സംഭവത്തിൽ തുടരന്വേഷണം നടത്തുവാനും മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ചോർന്നതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താനും ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. സംഭവത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് സർക്കാരിന് ദേവസ്വം സമർപ്പിക്കും. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ പ്രത്യേക ഏജൻസിയെ നിയോഗിക്കാനും ഭരണസമിതി തീരുമാനിച്ചു. ക്ഷേത്രത്തിനകത്തെ നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും. നിരീക്ഷണം ശക്തമാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. മർദ്ദനം നടന്ന സമയത്തെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ, ചീഫ് സെക്യൂരിറ്റി ഓഫീസർ എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. ഫെബ്രുവരി 23-നാണ് തഞ്ചാവൂർ സ്വദേശികളായ ഭക്തയെയും മകനെയും ദേവസ്വം ജീവനക്കാർ മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ചാനലുകാർ പുറത്തുവിട്ടതോടെയാണ് സംഭവം വിവാദമായത്. മർദ്ദനത്തിൽ ഉൾപ്പെട്ട ജീവനക്കാരനെയും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ജീവനക്കാരനെയും കഴിഞ്ഞ ദിവസം അടിയന്തര ഭരണസമിതി യോഗം ചേർന്ന് പിരിച്ചുവിട്ടിരുന്നു. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതിൽ ഒരു ന്യായീകരണവുമില്ലെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA പറഞ്ഞു. SBI ബാങ്കിനെ റിലയൻസിന് അടിയറ വയ്ക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്വരാജ് റൌണ്ടിലെ SBI മെയിൻ ബ്രാഞ്ചിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാങ്കിംഗ് സംവിധാനങ്ങളെ മുതലാളിമാർക്ക് അടിയറ വയ്ക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുകയാണ് കോൺഗ്രസ് സർക്കാർ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് EC ബിജു അധ്യക്ഷത വഹിച്ചു. ബെഫി സംസ്ഥാന വൈസ് പ്രസിഡന്റ് T നരേന്ദ്രൻ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി C സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് ധർണ നടത്തിയത്. ഇനി പൂരവിശേഷങ്ങൾ. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭീമ ജ്വല്ലേഴ്സ്. മംഗല്യ സുരക്ഷ, സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. ന്യൂ ഇയർ കുറീസ്, ഏത് പ്രാർത്ഥനയും ഫലിക്കും. സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. ലക്ഷ്മി സ്റ്റോഴ്സ്, പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. പൂരം കുറീസ്. ധനികനായി ജനിക്കാത്തത് നിങ്ങളുടെ കുറ്റമല്ല, ധനികനായി മാറാത്തത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. എയ്സ് കമ്പ്യൂട്ടേഴ്സ്. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്, കോ സ്പോൺസർഡ് ബൈ പ്യൂമ കുടകൾ. ഇപ്പോൾ ഓരോ പ്യൂമ ടിൻറ്റുമോൻ കുടയോടൊപ്പം ഒരു മങ്കി പെൻ സൗജന്യം. ആദ്യം ഓർമ്മപ്പൂരം. തൃശൂർ പൂരത്തിൽ ഘടകപൂരങ്ങൾക്കും പ്രധാന സ്ഥാനം തന്നെയാണ് നൽകുന്നത്. ശക്തന്റെ തട്ടകത്തെ പൂരാവേശത്തിലാക്കാൻ താളമേള കൊഴുപ്പിൽ എഴുന്നള്ളുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്താണ് ഇന്നത്തെ ഓർമ്മപ്പൂരത്തിൽ. ശക്തൻ തമ്പുരാൻ ചിട്ടപ്പെടുത്തിയെടുത്ത വർണ്ണനാദങ്ങളുടെ ദേവോത്സവമായ തൃശൂർ പൂരമെന്ന മഹാപൂരം പൂരപ്രേമികൾക്ക് പൂരാനുഭവത്തിന്റെ മതിവരാത്ത കാഴ്ചകളാണ് സമ്മാനിക്കുക. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഘടകപൂരങ്ങളാണ് പൂരത്തിലെ താരങ്ങൾ. പാണ്ടിമേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ പൂരനഗരിയെ കീഴടക്കാനെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് ഓരോ ആസ്വാദകനും മറക്കാനാകാത്ത അനുഭവം തന്നെയാണ്.
പൂരത്തിന്റെ പഴയകാല ഓർമ്മകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാട്ടിടവഴികളിൽ, നഗരവീഥികളിൽ ആനകളുടെ ചങ്ങലകിലുക്കവും മേളപ്പെരുക്കവും പൂരച്ചന്തവും നിറച്ചുകൊണ്ടുള്ള ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് ഓരോ പൂരപ്രേമികളുടെ മനസ്സിലേക്കും ഓടിയെത്തും. കണിമംഗലം, പനമുക്കുംപള്ളി എന്നീ ശാസ്താക്ഷേത്രങ്ങളും ചെമ്പൂക്കാവ്, പൂക്കാട്ടിക്കര, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, നൈതലക്കാവ് എന്നീ ദേവീക്ഷേത്രങ്ങളുമാണ് പൂരത്തിലെ മറ്റ് പങ്കാളികളായ ഘടകക്ഷേത്രങ്ങൾ. തൃശൂർ പൂരം ചിട്ടപ്പെടുത്തിയ കാലം മുതൽ തന്നെ ഈ ഘടകപൂരങ്ങൾക്കും പൂരത്തിൽ പ്രധാന സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്. പൂരങ്ങളുടെ പൂരത്തിന് കൊഴുപ്പേകാൻ ചെറുപൂരങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പൂരങ്ങളുടെ പൂരത്തിന് തുടക്കം കുറിക്കുന്നതും ചെറുപൂരങ്ങളുടെ എഴുന്നള്ളത്തോടെയാണ്. പാറമേക്കാവിന്റെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളത്തിനും തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിനു മുമ്പേ രാവിലെ നാടുണർത്തി വരുന്ന ചെറുപൂരങ്ങൾ തേക്കിൻകാടും ശക്തന്റെ തട്ടകവും കീഴടക്കും. അപ്പോൾ തൃശൂർ നഗരത്തിന്റെ മുക്കിലും മൂലയിലും പൂരാവേശം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തും. 3 ആനകൾ മുതൽ 14 ആനകളുടെ വരെ അകമ്പടിയോടെ ആസ്വാദക ഹൃദയങ്ങളിൽ മതിവര പൂരക്കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഘടകപൂരങ്ങൾ ഇത്തവണയും പൂരനഗരിയിലെത്തുക. പാണ്ടിമേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും താളമേള പെരുക്കങ്ങൾക്കൊപ്പം ഗജവീര പെരുമയിൽ എഴുന്നള്ളിയെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിനോടും പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളത്തോടും കിടപിടിക്കാവുന്നതാണ്. ദേശക്കൂട്ടായ്മയോടും താളമേളങ്ങളോടും കൂടി രാവിലെയും രാത്രിയിലും വടക്കുന്നാഥനെ വണങ്ങാനെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് എക്കാലത്തും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന സുന്ദരാനുഭൂതി തന്നെയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. അണിയറ. തൃശൂർ പൂരം എത്തുമ്പോൾ തൃശൂർ തട്ടക നിവാസികളെക്കാൾ ആഹ്ലാദിക്കുന്നത് അന്യനാട്ടുകാരും തട്ടകക്കാരുടെ ബന്ധുജനങ്ങളും സുഹൃത്തുക്കളുമെല്ലാമാണ്. പൂരപ്രേമികൾക്കായി പൂരമൊരുക്കുന്ന തട്ടകക്കാർ പൂരം ആസ്വദിക്കുന്നത് പൂരപ്പിറ്റേന്ന്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ഒട്ടനേകം ആളുകളാണ് പൂരപ്പെരുമയ്ക്ക് പുകൾപ്പെട്ട തൃശൂർ പേരൂർ പൂരത്തിന് എത്തുന്നത്. പൂരത്തിന്റെ ഗരിമയും പെരുമയും മേളപ്പെരുക്കവും ഗജപ്രൗഢിയും വർണ്ണോത്സവമായ കുടമാറ്റവും മേലെ ആകാശത്തിലെ കൂട്ടപ്പൊരിച്ചിലും എല്ലാം പൂരപ്രേമികൾക്കായി ഒരുക്കുമ്പോൾ തട്ടകക്കാർക്ക് പലപ്പോഴും പൂരം ആസ്വദിക്കാൻ സാധിക്കാറില്ല. പൂരനഗരിയിലേതുപോലെ തന്നെ തട്ടകക്കാരുടെ വീടുകളിലും ബന്ധുക്കളും സുഹൃത്തുക്കളും തിങ്ങി നിറഞ്ഞിട്ടുണ്ടാകും. അന്യജില്ലക്കാരും അന്യസംസ്ഥാനത്തു നിന്നുള്ളവരുമായ നിരവധി പേരാണ് പൂരം നാളിൽ തൃശൂരിലേക്ക് വിരുന്നെത്തുന്നത്. വിരുന്നുകാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ തത്രപ്പെട്ട് കഴിയുന്നവർക്ക് ആസ്വദിക്കാനുള്ളതാണ് പൂരപ്പിറ്റേന്ന് നടക്കുന്ന പകൽ പൂരം. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളുടെ എഴുന്നള്ളിപ്പും മേളവും ആസ്വദിക്കാൻ തട്ടകത്തിലെ സ്ത്രീജനങ്ങളും കുഞ്ഞുങ്ങളും പൂരനഗരിയിലേക്ക് എത്തുന്നത് പൂരപ്പിറ്റേന്നാണ്. എഴുന്നള്ളിപ്പിനൊടുവിൽ നടക്കുന്ന പകൽ വെടിക്കെട്ടും ഉപചാരം ചൊല്ലലും ഒരാണ്ടിന്റെ കാത്തിരിപ്പിന് തുടക്കം കുറിച്ച് ആരവങ്ങളടങ്ങിയ പൂരപ്പറമ്പിലൂടെയുള്ള മടക്കയാത്രയും പൂരക്കഞ്ഞിയുമെല്ലാം തട്ടക നിവാസികൾ ഒരവകാശം പോലെ അനുഭൂതിയോടെ അനുഭവിച്ചു പോരാൻ തുടങ്ങിയിട്ട് ആണ്ടുകളേറെയായി. ഇത്തവണ സ്ത്രീകൾക്ക് പൂരം ആസ്വദിക്കാൻ പ്രത്യേകം സൗകര്യമൊരുക്കുന്നതിനെക്കുറിച്ച് ആലോചനകൾ നടന്നിരുന്നു. എന്തുതന്നെയായാലും പൂരപ്പിറ്റേന്ന് നടക്കുന്ന പകൽ പൂരത്തിന് തട്ടകക്കാർ ഇക്കുറിയും ഒഴുകിയെത്തുമെന്നുറപ്പാണ്. 1000 ഓർമ്മകളുടെ വർണ്ണക്കുടകളുമായി. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. പൂരക്കാഴ്ച. പൂരത്തിന് കൊടിയേറിയതോടെ തേക്കിൻകാടിന്റെ മാനത്ത് കരിമരുന്നിന്റെ പൂരം തുടങ്ങുകയായി. മാനത്തെ പൂരക്കാഴ്ചയിലേക്ക്. എന്റെ പൂരം. എന്റെ പൂരത്തിൽ ഇന്ന് ചലച്ചിത്ര താരം മഞ്ജു വാര്യർ. തൃശ്ശൂർ പൂരം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം നേരിട്ട് കാണാൻ പറ്റിയിട്ടുള്ളൂ. എനിക്ക് വെടിക്കെട്ട് ഇത്തിരി പേടിയായതുകൊണ്ട് ഞാൻ TV-യിൽ ഇരുന്ന് കണ്ട് ആസ്വദിക്കാറേ ഉള്ളൂ. എല്ലാ വർഷം എവിടെയാണെങ്കിലും TV-യിൽ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അത് കണ്ട ഇപ്പോഴും ആസ്വദിക്കാറുണ്ട്. ഒന്നിനൊന്നും മെച്ചമുണ്ടോ തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയുള്ളതും എന്താ പറയാ ലോകപ്രസിദ്ധമാണല്ലോ തൃശ്ശൂർ പൂരം. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ ബ്രോഷറിന്റെ പ്രകാശനം നടന്നു.
തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി പ്രകാശനം നിർവഹിച്ചു. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് കെ മനോഹരൻ ഏറ്റുവാങ്ങി. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാമചന്ദ്ര പിഷാരൂടി, ദേവസ്വം അസിസ്റ്റന്റ് സെക്രട്ടറി ശശി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭീമ ജ്വല്ലേഴ്സ്. മംഗല്യ സുരക്ഷ, സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. ന്യൂ ഇയർ കുറീസ്, ഏത് പ്രാർത്ഥനയും ഫലിക്കും. സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. ലക്ഷ്മി സ്റ്റോഴ്സ്, പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. പൂരം കുറീസ്, ധനികനായി ജനിക്കാത്തത് നിങ്ങളുടെ കുറ്റമല്ല, ധനികനായി മാറാത്തത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. എയ്സ് കമ്പ്യൂട്ടേഴ്സ്. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം, മാറുന്ന ലോകത്തിനായി. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്, കോ സ്പോൺസർഡ് ബൈ പ്യൂമ കുടകൾ. ഇപ്പോൾ ഓരോ പ്യൂമ ടിൻഡുമോൻ കുടയോടൊപ്പം ഒരു മങ്കി പെൻ സൗജന്യം. ഇടവേള. വാർത്തയിലേക്ക്. ഒല്ലൂർ കണ്ടരുമഠം ഗ്യാസ് ഏജൻസിയിലെ തൊഴിലാളികളെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ നടത്തുന്ന സമരം 33 ദിവസം പിന്നിട്ടു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒല്ലൂർ മോട്ടോർ തൊഴിലാളി യൂണിയന്റെയും ഒല്ലൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും പ്രവർത്തകർ സമരപ്പന്തലിൽ എത്തി. തുടർന്ന് നടന്ന പൊതുയോഗം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. അജയ് ഘോഷ് അധ്യക്ഷനായി. കൌൺസിലർ സുരേഷിനി സുരേഷ്, CITU ഏരിയ സെക്രട്ടറി KP പോൾ, TS ബൈജു, PS രാജൻ, CR ജെയിംസ്, CR രാമചന്ദ്രൻ, സുരേഷ് എടക്കുന്നി തുടങ്ങിയവർ സംസാരിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച ജില്ലയിലെ മുഴുവൻ ഗ്യാസ് ഏജൻസികളിലെ തൊഴിലാളികളും പണിമുടക്കി കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്ന് CITU ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ ശക്തൻ നഗർ മാൾ ഓഫ് ജോയിയിലെ ഷോപ്പിംഗ് മാമാങ്കത്തിന് പൂരപ്പൊലിമ പകർന്ന് കന്നഡ സൂപ്പർ സ്റ്റാർ കിച്ച സുദീപ് മാൾ ഓഫ് ജോയിയിലെത്തി. ഈച്ചയെ കേന്ദ്ര കഥാപാത്രമാക്കി കിച്ച സുദീപ് വില്ലൻ വേഷം അവതരിപ്പിച്ച ഈ എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്കിടയിലൂടെയാണ് കിച്ച സുദീപ് മാൾ ഓഫ് ജോയിയിൽ എത്തിയത്. തന്റെ ഭാര്യ മലയാളിയാണെന്നും അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു മരുമകന്റെ സ്ഥാനം തനിക്കുണ്ടെന്നും പറഞ്ഞ സുദീപ് അവതാരകയുടെ സഹായത്തോടെ തിങ്ങിക്കൂടിയ ആരാധകർക്ക് മലയാളത്തിൽ തൃശൂർ പൂരത്തിന്റെ ആശംസകൾ നേർന്നു. പൂരങ്ങളുടെ നാടായ പൂരങ്ങളുടെ നാടായ തൃശ്ശിവ പേരൂരിന് എന്റെ നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിലെ വിജയികൾക്ക് സുദീപ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ ഈ ആഴ്ചയിലെ വിജയികളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. MLA-മാരായ ബാബു M പാലിശ്ശേരി, C രവീന്ദ്രനാഥ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. മാൾ ഓഫ് ജോയ് ഉടമ ജോയ് ആലുക്കാസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ PP ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാൾ ഓഫ് ജോയിയിലെ വിവിധ ഷോപ്പുകൾ സന്ദർശിച്ചതിന് ശേഷമാണ് കിച്ച സുദീപ് മടങ്ങിയത്. പാവറട്ടി തിരുനാൾ വിശേഷങ്ങളിലേക്ക്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ 138ാം തിരുനാൾ ആഘോഷിക്കുമ്പോൾ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്നത് അത്ഭുത തിരുസ്വരൂപമാണ്. 1.25 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്ന് കരുതുന്ന വിശുദ്ധന്റെ തിരുസ്വരൂപം പാവറട്ടിയുടെ തന്നെ ശക്തി കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. പള്ളിയും മദ്ബഹായും പലതവണ പുതുക്കി പണിതപ്പോഴും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുസ്വരൂപത്തിന് ഇളക്കം തട്ടിയിട്ടില്ല. സ്വർണ്ണപ്രഭ ചുരിയുന്ന കിരീടവും ലില്ലിപ്പൂവുമേന്തി നിൽക്കുന്ന അത്ഭുത തിരുസ്വരൂപത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. എണ്ണ വ്യാപാരിയായിരുന്ന ഒലക്കേങ്കിൽ മാണിയാണ് കൊച്ചിയിൽ നിന്നും ഈ തിരുസ്വരൂപം കൊണ്ടുവന്നത്. കൊച്ചിയിലെ കമ്പനിയിലുണ്ടായിരുന്ന തിരുഹൃദയ രൂപത്തിൽ മാറ്റം വരുത്തി യൗസേപ്പ് പിതാവിന്റെ തിരുസ്വരൂപം തയ്യാറാക്കുകയായിരുന്നു. തിരുസ്വരൂപത്തിൽ കിരീടം ഉറപ്പിക്കാൻ എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ലത്രേ. പിന്നീട് അധികൃതർ വിഷമിച്ചിരിക്കുമ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തി കിരീടം തനിയെ തിരുസ്വരൂപത്തിലേക്ക് ഇറങ്ങുകയായിരുന്നുവെന്നാണ് ഐതിഹ്യം. തീർത്ഥകേന്ദ്രത്തിലെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ ആശ്രയവും ആശ്വാസവുമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുസ്വരൂപം. ശനിയാഴ്ച വൈകിട്ട് 7:30 അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്താണ് ആത്മീയ ചൈതന്യം പകരുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദേവാലയ വിസ്മയ കാഴ്ചയൊരുക്കാൻ അണിയറയിൽ ഒരുക്കങ്ങൾ തുടങ്ങി. 2 ലക്ഷത്തോളം LED ബൾബുകളാണ് ദേവാലയ മുഖമണ്ഡപത്തിൽ ദീപാലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത്.
ജെൻസൺ ചുങ്കത്തിന്റെ നേതൃത്വത്തിൽ പാവറട്ടി CJ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ് സ്പെഷ്യൽ ഇഫക്റ്റോടുകൂടിയ ദേവാലയ ദീപാലങ്കാരം ഒരുക്കുന്നത്. 100ഓളം കമ്പ്യൂട്ടർ ഡിസൈനുകൾ ദീപാലങ്കാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൃശ്യമനോഹാരിതയ്ക്കൊപ്പം ശ്രാവ്യമാധുര്യവും കൂടി കാണികൾക്ക് പകരുന്നതാണ് ഇത്തവണത്തെ ദേവാലയ ദീപാലങ്കാരം. NV ഷോയ് കൺവീനറും ഷാജു ലൂവീസ്, VJ ജോസി, സജി ജോസഫ്, സണ്ണി ചെറുവത്തൂർ, റാഫി പുലിക്കോട്ടിൽ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് ദേവാലയ ദീപാലങ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. യേശു കടൽ ശാന്തമാക്കുന്ന ദൃശ്യം വർണ്ണദീപങ്ങളാൽ തെളിയുമ്പോൾ അകമ്പടിയായി ഇടിവെട്ടും കൊടുങ്കാറ്റോടുകൂടിയ മഴയുടെയും ശബ്ദം ഉയർന്നുവരുന്നത് തിരുനാളിനെത്തുന്നവർക്ക് അത്ഭുത കാഴ്ചയാകും. ദേവാലയ തിരുനെറ്റിയിലെ ആർച്ചുകളിൽ 10ലേറെ വർണ്ണങ്ങൾ മിന്നിമറയും. തിരുനാളിന്റെ വരവറിയിച്ച് ഈ വർഷം കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ ദീപാലങ്കാര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെർച്ച് ലൈറ്റ് അടിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി 8-ന് പാവറട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ഫ്രാൻസിസ് കണിച്ചിക്കാട്ടിൽ ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിക്കും. ഇടവേള. വാർത്തയിലേക്ക് വീണ്ടും. മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. മെഡിക്കൽ ക്യാമ്പസിൽ ആരംഭിച്ച സബ് ട്രഷറിയിൽ ഓൺലൈൻ സൗകര്യത്തിനായുള്ള BPL മോഡം സ്ഥാപിക്കാത്തതിനെ തുടർന്നാണ് ശമ്പളം മുടങ്ങിയത്. മെഡിക്കൽ കോളേജിലെ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് പുറമെ സബ് ട്രഷറിയുടെ കീഴിലുള്ള മറ്റ് സർക്കാർ ജീവനക്കാരുടെയും ശമ്പളവും മുടങ്ങി. സംഭവത്തിൽ ജീവനക്കാരുടെ വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചു. അതേസമയം ട്രഷറിയിലെ സാങ്കേതിക തകരാർ തിങ്കളാഴ്ച പരിഹരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ചിറ്റിലപ്പള്ളി IES കോളേജ് സമരം ഒത്തുതീർപ്പാക്കുന്നതിനായുള്ള ചർച്ചകൾ സർവകലാശാല നടത്തിവരികയാണെന്ന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൽ സലാം പറഞ്ഞു. ഏറെ സങ്കീർണമായ തർക്കങ്ങളും സംഭവ വികാസങ്ങളുമാണ് IES കോളേജിലുള്ളത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാനാകില്ല. തൃശൂർ ഫൈനാൻസ് കോളേജിൽ പരീക്ഷ നീണ്ടുപോകുന്ന വിഷയത്തിലും സർവകലാശാല ഫണ്ട് അനുവദിക്കുന്ന പരാതിയിലും അടിയന്തരമായി നടപടി സ്വീകരിക്കും. ഇന്റർസോൺ കലോത്സവം നടത്താനാകാതെ പോയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് ആണെന്ന് വൈസ് ചാൻസലർ പറഞ്ഞു. അമ്പലമുറ്റത്തെ ആൽമര ചുവട്ടിൽ ഒത്തുകൂടി നാടകം പഠിച്ച് ഉല്ലസിക്കുന്നതോടൊപ്പം സമൂഹത്തെ മനസ്സിലാക്കാനും ശ്രമിക്കുകയാണ് മുതുവറ മോസ്കോ നഗറിലെ കുട്ടികൾ. DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് 1 മാസം നീണ്ടു നിൽക്കുന്ന നാടക ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവധിക്കാലം വിവിധ കോഴ്സുകൾ പഠിച്ച് അവധിയുടെ അനുഭൂതി നഷ്ടപ്പെടുത്താൻ മുതുവറ മോസ്കോ നഗറിലെ കുട്ടികൾ തയ്യാറല്ല. എല്ലാ വർഷവും ഇവർക്ക് സ്കൂൾ ബാഗും പുസ്തകവും യൂണിഫോമുമെല്ലാം സൗജന്യമായി നൽകാറുള്ള DYFIയിലെ ചേട്ടന്മാർ വന്ന് നാടകം പഠിക്കാൻ ക്ഷണിച്ചപ്പോൾ കുട്ടികളെല്ലാവരും ഒരേ മനസ്സോടെ എത്തുകയായിരുന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന്റെ അവസാനം കുട്ടികൾ 2 ഇടങ്ങളിൽ നാടകാവതരണം നടത്താനും ഉദ്ദേശമുണ്ട്. വിലങ്ങൻകുന്നിലും തളിക്കുളം സ്നേഹതീരത്തുമാണ് നാടകാവതരണങ്ങൾ നടത്തുക. പൊതുജനത്തിന് സഞ്ചാര സൗകര്യത്തിന് പാലവും റോഡുമെല്ലാം നിർമ്മിച്ചു നൽകുന്ന സർക്കാർ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ടോൾ പിരിക്കുന്നതിനെതിരെയുള്ള കുട്ടിച്ചാത്തൻ പാലം എന്ന നാടകമാണ് കുട്ടികൾ അവതരിപ്പിക്കുക. നാടക ക്യാമ്പ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത് എങ്കിലും കുട്ടികളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ പ്രചോദിപ്പിക്കാൻ വേണ്ട എല്ലാ തരത്തിലുള്ള ചേരുവകളും ചേർത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തിക്കൊണ്ട് പോന്നിട്ടുള്ളത്. നാട്ടിൻപുറത്തെ കുട്ടികളുടെ കൂട്ടായ്മയുടെ ഒരു പോസിറ്റീവ് എനർജി, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നാട്ടുകാർക്ക് മുന്നിൽ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. നാടകാവതരണങ്ങൾക്ക് പോകുമ്പോൾ കുട്ടികൾക്കൊപ്പം മാതാപിതാക്കളും ഉണ്ടാകും. കുടുംബം ഒന്നിച്ചുള്ള ഒരു യാത്രയും യാത്രയ്ക്കൊടുവിൽ നാടകാവതരണവുമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് അകന്നു കഴിയുന്ന ഇന്നത്തെ പ്രവണതയിൽ നിന്നും ഒരു മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മാതാപിതാക്കളെ കുട്ടികളുടെ യാത്രയിൽ കൂടെ കൂട്ടുന്നതെന്ന് സംഘാടക സമിതി ചെയർമാൻ KC മനോജ്, K സുഭാഷ് എന്നിവർ പറഞ്ഞു. ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെ നടക്കുന്ന നാടക പരിശീലനത്തിൽ 30ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ആട്ടവും പാട്ടും കളിച്ചിരിയുമെല്ലാമായി നാടകം പഠിക്കാനെത്തുന്നവർക്ക് ഏറെ കൗതുകകരമായ അനുഭവങ്ങളാണ് പറയാനുള്ളത്. വെക്കേഷൻ എന്തെങ്കിലും ആഘോഷിക്കാനും ഉല്ലസിക്കാനൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടേ, അപ്പൊ അതിന് ഇവിടെ നാടകം നടത്തുന്ന പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി വന്നു. ഈ ഇതിൽ ടോൾ പിരിവ് നടത്തണത് മനുഷ്യരല്ല, ഞങ്ങൾ കുട്ടികളായാലും കുട്ടിച്ചാത്തൻ. അപ്പൊ അങ്ങനെ ഒരു ടോൾ പിരിവ് എന്നുവെച്ചാൽ ഇത് കാണുന്നവർക്ക് ടോൾ പിരിവാന്ന് മനസ്സിലാവും ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് അപ്പൊ കുട്ടികൾക്ക് ഒരു ഇതാവും ചെയ്യും. അപ്പൊ ആ കുട്ടിച്ചാത്തനെ വെച്ച് ഞങ്ങൾ ടോൾ പിരിവ് എന്നുള്ളൊരു സംഘടനയായിട്ട് നടത്തുന്നു. ആദ്യമായാണ് മോസ്കോ നഗറിലെ കുട്ടികൾക്ക് മാത്രമായി ഒരു നാടക ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇത് കുട്ടികൾക്ക് സ്വയം മനസ്സിലാക്കാനും തങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാനും സമൂഹത്തിലെ നീതി നിഷേധങ്ങൾക്കെതിരെ ഇടപെടാനും പ്രേരിപ്പിക്കുമെന്നാണ് സംഘാടകരുടെ വിശ്വാസം. Takulu vande, tarugulu vande, jikkan jikkan
കൾച്ചറൽ ഡെസ്ക് TCV. മരോട്ടിച്ചാലിൽ യുവാവിനെ കാണാനില്ലെന്ന് പരാതി. ഞർലേലി വീട്ടിൽ 27 വയസ്സുള്ള ലിൻഡോ തോമസിനെയാണ് ശനിയാഴ്ച രാവിലെ മുതൽ കാണാതായത്. ചുവന്ന വരയോട് കൂടിയ ഷർട്ടും പാൻസുമാണ് കാണാതാകുമ്പോൾ ഇയാൾ ധരിച്ചിരുന്നത്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 9947673803 എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ്. അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് രൂപീകരണ സമ്മേളനത്തിന്റെയും അതിരൂപത തല പ്രവർത്തനത്തിന്റെയും ഉദ്ഘാടനം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. ഇതിനു മുന്നോടിയായി ദീപശിഖ ഛായാചിത്ര പതാക പ്രയാണങ്ങൾ സംഘടിപ്പിച്ചു. പാലയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് പതാക പ്രയാണവും മറ്റം ഫൊറോന ദേവാലയം, ചേറൂർ, ഒല്ലൂർപള്ളി എന്നിവിടങ്ങളിൽ നിന്ന് ഛായാചിത്രങ്ങളും, ചെരുംകുഴി പള്ളിയിൽ നിന്ന് ദീപശിഖയും തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലെത്തി. തുടർന്ന് വിളംബര ഘോഷയാത്രയായി സമ്മേളന നഗരിയായ മോൺസിഞ്ഞോർ തോമസ് തലച്ചിറ നഗറിൽ പ്രയാണങ്ങൾ എത്തി. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോർജ് കോമ്പാറ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജിയോ കടവി, NP ജാക്സൺ, അഡ്വക്കേറ്റ് CJ ഡെന്നി, അഡ്വക്കേറ്റ് ഷൈജു ജോസഫ് എന്നിവർ പ്രയാണത്തിന് നേതൃത്വം നൽകി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഓൾ കേരള കാത്തലിക് കോൺഗ്രസിന്റെ തൃശൂർ അതിരൂപത തല പ്രവർത്തനങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിക്കുമെന്ന് ജനറൽ സെക്രട്ടറി NP ജാക്സൺ പറഞ്ഞു. സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ ഉദ്ഘാടന കർമ്മവും ആൻഡ്രൂസ് താഴ്ത്തു പിതാവ് അധ്യക്ഷം വഹിക്കുന്ന പൊതുയോഗത്തോടുകൂടി സാമുദായിക പ്രസ്ഥാനം എന്ന നിലയിൽ തൃശൂർ അതിരൂപതയിൽ കത്തോലിക്ക കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഇന്നതിന്റെ ഭാഗമായിട്ടുള്ള ദീപശിഖ ഛായാചിത്ര പതാക പ്രയാണങ്ങളാണ് മോൺസിഞ്ഞോർ തോമസ് തലച്ചിറ നഗർ ടൗൺ ഹാളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. 10,000-ഓളം പേർ പങ്കെടുക്കുന്ന അൽമായ നേതൃത്വ സംഗമത്തിന്റെ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഈ സമ്മേളനത്തോടുകൂടി മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ പാമ്പ് ശല്യം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഉഗ്രവിഷമുള്ള 4 അണലികളെയാണ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പിടികൂടിയത്. കഴിഞ്ഞ 6 മാസം മുൻപാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പുതിയ സ്ഥലത്തേക്ക് പോലീസ് സ്റ്റേഷൻ മാറ്റിയത്. സമീപത്തെ കാനയിൽ നിന്നാണ് പാമ്പുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. കിഴക്കേക്കോട്ട സെലക്സ് മാളിന്റെയും ഹെവി ബുൾസ് ബുള്ളറ്റ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബുള്ളറ്റ് റാലി സംഘടിപ്പിച്ചു. സെലക്സ് മാളിൽ നിന്ന് ആരംഭിച്ച റാലി മേയർ രാജൻ ജപ്പല്ലൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരി വിരുദ്ധ സന്ദേശവുമായി ജില്ലയിലെ മെയിൻ ടൌണുകളിലൂടെ 150 കിലോമീറ്ററോളം 25 ബുള്ളറ്റുകളിലായി സംഘം സന്ദർശിക്കും. ബുള്ളറ്റ് ക്ലബ് ഓണർ ഷിൻഡോ ആൻഡോ കരേപ്പറമ്പിലാണ് റാലിയുടെ ക്യാപ്റ്റൻ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 2825, വെള്ളി 10 ഗ്രാമിന് 480, തങ്കം ഗ്രാമിന് 3035. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. തട്ടകങ്ങൾ പൂരാവേശത്തിലേക്ക്. 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ COA നടത്തിയ അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. COAയുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകി. വൈദ്യുതി പോസ്റ്റ് വാടക വൻതോതിൽ വർദ്ധിപ്പിച്ച സർക്കാർ നടപടി തിരുത്തണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ടെന്ന സർക്കാർ നിലപാട് പഠന നിലവാരത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. കലാലയങ്ങളിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ലഹരിമരുന്ന് ലോബികൾക്കും ഇടം നൽകാൻ സർക്കാർ നിലപാട് കാരണമാകുമെന്നും പന്ന്യൻ. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച മുതൽ സർവീസ് നിർത്തിവെക്കും. മിനിമം ചാർജ് 10 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് ബസ് ഉടമകൾ. സമരത്തിൽ നിന്ന് പിന്മാറിയതായി ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ.